ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടിയുടെ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിന് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് വരയ്ക്കുന്നത് നമ്മൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ശിവാർത്തിൻ്റെ ഡ്രോയിങ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതേ അളവും കാര്യങ്ങളും ആ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഗ്രിഡ് ലൈൻസ് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ വരയ്ക്കുന്നത് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നല്ല സമയത്ത് തന്നെ ചെയ്യുക. അത് ഞാൻ എല്ലാ വീഡിയോയിലേക്കും പറയുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ എവിടെ ഏതെന്ന് തന്നെ നിങ്ങൾക്ക് വരച്ച് തുടങ്ങാം. ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് വരച്ച് തുടങ്ങാം, അല്ലെങ്കിൽ മുടിയുടെ ഭാഗത്തുനിന്നോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് വരച്ച് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ആ ഭാഗത്ത് നിങ്ങൾക്ക് വരച്ച് തുടങ്ങാം. ഇപ്പോൾ ഞാനിവിടെ കണ്ണിൻ്റെ ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ബോക്സാണോ ജസ്റ്റ് ആ ബോക്സ് ഒന്ന് എണ്ണി എടുത്തിട്ട്, അതായത് ഇപ്പോൾ കണ്ണിൻ്റെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് മുകളിൽ നിന്ന് എത്രാമത്തെ ബോക്സിലാണ് ആ കണ്ണിൻ്റെ അത് വരുന്നതെന്ന് വെച്ചാൽ ആ ബോക്സ് എണ്ണി എടുത്തിട്ട് കറക്റ്റായിട്ട് അവിടെ തന്നെ വരച്ച് തുടങ്ങുക. ബോക്സ് തെറ്റിപ്പോകരുത്. നമ്മൾ വരയ്ക്കാൻ തുടങ്ങുമ്പം ബോക്സ് മാറിപ്പോകരുത്. അതായത് നമ്മൾ എടുത്തേക്കുന്ന പിക്കിൻ്റെ അകത്ത് ബോക്സും പീസിൻ്റെ അകത്ത് ബോക്സും പിന്നെ നമ്മൾ വരയ്ക്കുന്ന പേപ്പറിൻ്റെ അകത്ത് ബോക്സും സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വരച്ച് തെറ്റിപ്പോയിടയ്ക്ക് നമുക്ക് മായ്ച്ചിട്ട് വീണ്ടും ഒന്നും വരയ്ക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കുക. പിന്നെ ചിലർ പറയാറുണ്ട് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാമല്ലോ, ഗ്രിഡ് മെത്തേഡല്ല ഉപയോഗിക്കുന്നതെന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, നമ്മളിപ്പം ഗ്രിഡ് മെത്തേഡ് ആണെങ്കിലും ഫ്രീ ഹാൻഡ് ആണെങ്കിലും നമുക്ക് ഔട്ട്ലൈൻ മാത്രമേ കിട്ടുന്നുള്ളൂ അതിൻ്റെ അകത്തൂടെ. പിന്നെ നമ്മൾ വരയ്ക്കുന്നത് മുമ്പോട്ട് നല്ല രീതിയിൽ വരച്ചെടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു കഴിവുകൂടെ വേണം, ഒരു ടാലൻറ്റോടെ വേണം. അല്ലാതെ നമ്മൾ ഔട്ട്ലൈൻ കിട്ടിയാൽ മാത്രം ഒരു ചിത്രം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വരച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ ഏതാണ് എളുപ്പം ആ മെത്തേഡ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നീട് നമ്മൾ വരയ്ക്കുന്നതിലാണ് നമുക്ക് കാര്യം. അതായത് നമുക്ക് പിന്നീട് വരച്ച് നമ്മൾ തെളിയിക്കുന്ന നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടതാണ്. അപ്പോൾ അതിലാണ് നമുക്ക് കാര്യം. അല്ലാതെ ഔട്ട്ലൈൻ ചെയ്ത് എടുത്തെന്ന് മാത്രം ഒരു പടം കംപ്ലീറ്റ് ആകുന്നില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. ഗ്രിഡ് മെത്തേഡ് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയ ഗ്രിഡ് മെത്തേഡ് തന്നെയാണ്. കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഗ്രിഡ് മെത്തേഡ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് ജസ്റ്റ് മെഷർമെൻ്റ് ഉണ്ട്, അളവുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കൈ അളവോ അല്ലെങ്കിൽ നമ്മുടെ പെൻസിൽ വെച്ചിട്ട് ചെറിയ അളവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പേപ്പറിലേക്ക് അളവ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീ ഹാൻഡായിട്ടാണെങ്കിലും വരയ്ക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ പ്രൊഫഷണലായിട്ട് വരയ്ക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പം അളവും കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ വരച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കും. അത് അവരുടെ പ്രാക്ടീസ് കൊണ്ടാണ്. ഇപ്പോൾ തുടക്കത്തിൽ വരയ്ക്കുന്നവർക്കൊന്നും ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അങ്ങനെ പെട്ടെന്ന് വരച്ചെടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിന് നമുക്ക് കുറേ വർഷത്തെ നമുക്ക് പ്രാക്ടീസ് വേണമെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാലും ജസ്റ്റ് പെട്ടെന്ന് വരച്ചിടാനും ഒരു കഴിവുണ്ടാകത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലും ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഗ്രിഡ് മെത്തേഡാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ആക്ടേഴ്സിനൊക്കെ വരയ്ക്കുമ്പോൾ. ഇപ്പോൾ ഗ്രിഡ് മെത്തേഡാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ എൻ്റെ ചാനലിലേക്ക് വരുന്നവർക്കൊരു കഴിവുണ്ടാക്കിയെടുക്കുക, വരയ്ക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമാണ് ഞാൻ ഈ ചാനൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഫോട്ടോ നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാലും വരച്ചെടുക്കാനുള്ളൊരു കഴിവ് ആരുടെയും സഹായം കൂടാതെ നമുക്ക് തന്നെ സ്വയം വരച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. വരുന്നവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്നതാണ്. ചെറിയ ജലദോഷമുണ്ട്, എനിക്ക് ചെറിയ ചുമയുണ്ട്, അതുകൊണ്ടാണ് വോയിസ് അത്ര ക്ലിയർ ആകുന്നില്ല. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ പെൻസിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് നമുക്ക് ജസ്റ്റ് ചെറിയൊരു ലൈറ്റായിട്ടുള്ള ലൈൻസൊക്കെ അല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ ഈ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനാണ് ഞാൻ ഇച്ചിരി തെളിച്ചം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം ഔട്ട്ലൈൻ ചെയ്യാൻ പോകുമ്പോൾ ലെഡ് പെൻസിൽ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്കൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മായ്ച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യാൻ നിങ്ങൾ ലെഡ് പെൻസിലൊക്കെ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് നല്ല രീതിയിൽ തെളിച്ച് വരയ്ക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പം നല്ല ഡാർക്കായിട്ടുള്ള പെൻസിലൊക്കെ ഉപയോഗിക്കുക. മുടി വരയ്ക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോ പാർട്ടും വീഡിയോ കണ്ടിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ. അപ്പോൾ ആ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി ചോദിക്കാം.